നമസ്തേ. നമ്മുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എനർജി വേവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തരംഗങ്ങൾ, നമ്മൾ ഭക്ഷണം ഇറക്കുന്ന സമയത്ത് തരംഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ഇറങ്ങിപ്പോകുന്നത് എന്നൊക്കെ നമ്മളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ ചിന്തകൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിങ്ങിൻ്റെ ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തകളും ഒരു തരത്തിലുള്ള എനർജി വേവാണ്. ഈവൻ ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും ഒരു എനർജി ഉണ്ട് എന്നുള്ളത്, ഒരു എനർജി വേവാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് ആത്മീയത പണ്ടേ പറഞ്ഞു വെച്ച കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം സയൻസിനും ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗ് എന്നാണ് സയൻസ് ഇതിനെ വിളിക്കുന്നത്. അവിടെ ഇലക്ട്രിക്കൽ എനർജി വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള അവസ്ഥകളും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് സിനാപ്റ്റിക് ഗ്യാപ്പ് വഴി നമ്മുടെ ചിന്തകൾ കടന്നു പോവുകയാണ്. ന്യൂറൽ പാത്ത് വേ, അവിടെ നമ്മൾ കൂടുതൽ റിപ്പീറ്റായിട്ട് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഒരു ഇമോഷണലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഡീപ്പായിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് വരികയാണ്. നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നമ്മൾ ഇമോഷണൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം നമ്മുടെ അമിഗ്ദല എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഓർമ്മകൾക്ക് ഇമോഷണൽ ലേബലിംഗ് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന അമിഗ്ദലയാണ്. അപ്പോൾ അമിഗ്ദല നമ്മുടെ ഇമോഷൻ, വികാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ബ്രെയിനിലെ ഹിപ്പോക്യാമ്പൽ ഏരിയയിൽ പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ ഹിപ്പോക്യാമ്പസിൽ ഈ മെമ്മറി സ്റ്റോർ ആകുന്ന സമയത്ത് അതിന് ഇമോഷണൽ ലേബലിംഗ് കൊടുക്കുന്നത് ഈ അമിഗ്ദലയാണ്. നോട്ട് ഹിപ്പോക്യാമ്പസിൽ മാത്രമല്ല ഇത് സേവ് ആയിട്ട് കിടക്കുന്നത്, ബ്രെയിനിൻ്റെ അതർ ഏരിയാസ് നമ്മുടെ മെമ്മറിയെ മീനിങ് ഫുൾ ആക്കി എടുക്കുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ സയൻസിൻ്റെ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലൂടെയുള്ള ഡീപ്പായിട്ടുള്ള ഫിസിയോളജി ഒന്നും ഇവിടെ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത്, സ്പിരിച്വാലിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സയൻസിനെയും കൂടി ഒപ്പം നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് എനർജിയാണ് എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അല്ലെങ്കിൽ എനർജി വേവ് ആണ് എന്ന് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നു. കാരണം അത് ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗ് ആണ് എന്നതുകൊണ്ട് തന്നെ. അപ്പം ഇങ്ങനെ വൈബ്രേഷൻ അല്ലെങ്കിൽ എനർജി എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ടെലിപ്പതി എന്ന് പറയുന്ന സംഗതി പോസിബിൾ ആകാനുള്ള സാധ്യത വളരെയധികമാണ്. മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജ് ഇല്ല, പ്രത്യേകിച്ച് മറ്റു രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നില്ല, മറ്റു രീതിയിലുള്ള മീഡിയം ഉപയോഗിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ തലം, ആ ഒരു തലം എന്ന് ഞാൻ അതിനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു മെൻ്റൽ പ്ലെയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ മെൻ്റൽ പ്ലെയിൻ ബിറ്റ്വീനുള്ള കമ്മ്യൂണിക്കേഷൻ, ആ മെൻ്റൽ പ്ലെയിനിൽ കൂടെ മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ സഞ്ചരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്ത് ചിന്തകൾക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതും പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒക്കെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പോലുള്ള കൺസെപ്റ്റുകളുടെ ഒക്കെ ബേസിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കുന്ന സമയത്തുണ്ടാകുന്ന നമ്മുടെ ശബ്ദം പോലും ഇൻഫിനിറ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ ശബ്ദം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ വൈബ്രേഷനാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. നിക്കോളാസ് ടെസ്ല പോലുള്ള സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തിങ്ക് ബേസ്ഡ് ഓൺ എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. ഈ മൂന്ന് സംഗതി പ്രപഞ്ചത്തിലേക്കുള്ള താക്കോൽ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഈ ഒരു ബേസിസിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അൺട്രാവൽ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. ഒരാൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നുക, ഒരാളുടെ വേദനയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, എമ്പതി ഉണ്ടാകുന്ന അവസ്ഥകൾ, അഡ്വാൻസ് എമ്പതി ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥകൾ, അറ്റ്ലീസ്റ്റ് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനെങ്കിലും കഴിയുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തുറവി തന്നെയാണ്. സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള കപ്പാസിറ്റീസ് നമുക്ക് വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു സമസ്യയാണ് ബ്രെയിൻ ഫ്രീക്വൻസി സിങ്കിങ് എന്ന് പറയുന്നത്. രണ്ട് മനസ്സുകൾ ഒരേ തരംഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ ഒരുപാട് സമയം ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ വേവ്സ് തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരാൾക്ക് ആൻസൈറ്റി വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അതുപോലെ തന്നെ ആൻസൈറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. രണ്ടുപേരും തമ്മിൽ ദൂരത്തേക്ക് മാറിയാൽ പോലും എനർജറ്റിക് കണക്ഷൻ അവിടെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയും വളരെ അധികമാണ്. മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചിന്തകളുടെ സഞ്ചാരത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥകൾ, ഈ സയൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്പിരിറ്റ് സയൻസ് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പല ബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അമ്മയും കുട്ടിയും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മകനും മകളും തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, കമിതാക്കൾ, ദമ്പതികൾ, പ്രണയികൾ, അങ്ങനെ ഏത് മേഖലയിലും അത് സംഭവിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ഈവൻ നല്ല സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുള്ളതാണ്.
ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ബന്ധമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ അവൻ വിളിച്ചില്ല അല്ലെങ്കിൽ അവനെ ഒന്ന് വിളിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഫോൺ കോൾ എത്തുന്നത് പോലെ തന്നെ. സോ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ സിങ്ക്രോണിസിറ്റിയെ കുറിച്ച് ഞാൻ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. സിങ്ക്രോണിസിറ്റി ആയിക്കോട്ടെ, ഏഞ്ചൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ തമ്മിലുള്ള ഒരു അലൈൻമെന്റ് നമുക്ക് ഇത്തരത്തിലുള്ള എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ, ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തോട്ട്സിന്റെ വൈബ്രേഷനിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ക്വാണ്ടം ഫിസിക്സ് അതുപോലെ തന്നെ ക്വാണ്ടം ബയോളജി ഒക്കെ പറയുന്നത് ചിന്തകൾക്ക് സ്പേസ് ആൻഡ് ഡിസ്റ്റൻസ് കടന്നു പോകാനുള്ള കഴിവുണ്ട് എന്നാണ്. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് എനർജി എന്ന് പറയുന്നത് വളരെ വിസ്താരം അല്ലെങ്കിൽ വിസ്തൃതിയുള്ളതാണ്, ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് തന്നെയാണ്. ഈ എനർജിയുടെ രൂപങ്ങൾ തന്നെയാണ് ചിന്തകളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വ്യക്തിയെ ഓർക്കുന്ന സമയത്ത് അവൻ കോൾ ചെയ്യുന്നത് യാദൃച്ഛികമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ചിലർ എനർജി വാമ്പേഴ്സിനെ പോലെ നമ്മളെ ഡ്രെയിൻ ചെയ്യുന്നത് ഒരു റിയൽ ഫെനോമിനൻ തന്നെയാണ്. ചിലർ നമ്മളെ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഹീലിംഗ് എനർജി നൽകുന്നു. ചിന്തകൾ എന്നത് ദൂരം, സമയം, സ്ഥലം എന്നിവയ്ക്ക് അപ്പുറത്തേക്ക് പ്യുവർ വേവ്സ് തന്നെയാണ്. സ്പിരിച്വൽ സൈഡ് ഈ ചിന്തയുടെ വൈബ്രേഷനെ യാഥാർത്ഥ്യമാക്കി മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. പ്രപഞ്ചത്തിനെ നമുക്കൊരു കാന്തിക ഫീൽഡ് പോലെ കാണാം. നമ്മുടെ ബ്രെയിൻ വേവ്സ് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് പ്രക്ഷേപണം നടക്കപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് നമ്മിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നതായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ആ ചിന്ത അത്തരത്തിലുള്ള വ്യക്തികളെ മാറ്റിമറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഭവങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് നമ്മുടെ തോട്ടിന്റെ പവറിന് സാധ്യമായേക്കാം. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ദിശയെ പോലും മാറ്റുവാനായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ അവബോധം അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു അട്രാക്ട് വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ നിങ്ങൾ ആകർഷിക്കുന്നു. ഇത് വെറും ഒരു കോട്ടല്ല, ഇതൊരു നാച്ചുറൽ ലോ ആണ് എന്ന് ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചിന്തയുടെ യാത്ര ചെയ്യാനുള്ള ഈ കഴിവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയാണ്. നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ നമ്മുടെ ചിന്തയ്ക്കാണ് ശക്തി എന്ന് പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവ മറ്റുള്ളവരെ സ്പർശിക്കും, അതിന്റെ വൈബ് ഇൻഫ്ലുവൻസ് ചെയ്യും, റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബന്ധങ്ങളെ കണക്ട് ആൻഡ് ഡിസ്കണക്ട് ചെയ്യും, ജീവിതം തന്നെ മാറും എന്നുള്ളതാണ്. ബട്ട് നമ്മൾ ഒന്നിനെയും ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള ചില മെറ്റഫിസിക്കൽ അല്ലെങ്കിൽ സ്പിരിറ്റ് സയൻസിന്റെ എലമെന്റ്സിനെ നമ്മളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ചിന്തകൾക്ക് ചിറകുകളുണ്ട്. നമ്മൾ കാണാത്ത വഴികളിലൂടെ അത് പറക്കുന്നു. നമ്മൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ അത് യാത്ര ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിനെ പ്രപഞ്ചം കേൾക്കും, ഒടുവിൽ അത് യാഥാർത്ഥ്യമാകും. ദൂരം എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ്, എനർജിക്കുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു ഇൻസൈറ്റ് നമ്മുടെ ബോധമണ്ഡല വികാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മേഖലയിൽ നമുക്ക് ലഭ്യമാക്കാനായിട്ട് ഈ ചിന്തകളിലൂടെ കടന്നുപോയത് സഹായകമായി എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു എലമെൻ്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കാനും സാധിക്കും. ഇതെല്ലാം ശാസ്ത്രീയമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശാസ്ത്രത്തിനെ വിട്ടുകളയാതെ നമ്മൾ ആത്മീയത തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോധമണ്ഡല വികാസം എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം തന്നെയാണ്. കളക്റ്റീവ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നതാണ് ഇനി വരാനിരിക്കുന്നതായിട്ടുള്ള ഒരു സംഗതി. ബോധമണ്ഡല വികാസത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കളക്റ്റീവ് എൻലൈറ്റൻമെന്റിലേക്ക് എത്താനായിട്ട് സാധ്യമാകട്ടെ. അങ്ങനെ മനുഷ്യരാശിയുടെ അസെൻഷൻ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ അടുത്ത പടിയിലേക്കുള്ള ആരോഹണം എന്ന് പറയുന്നത്, ഉയർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ അസെൻഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവേക്കനിങ്ങിലൂടെ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. സന്ദേശങ്ങൾ നമ്മൾ ഇനിയും കൈമാറിക്കൊണ്ടേയിരിക്കും. നമസ്തേ.